ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുസ് സിയാം സബഖ് 31. വലൗ സാമ അജ്നബിയുൻ. ഇനി ഒരു അന്യ ആൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ബി ഇദ്നിൽ വലിയിൻ്റെ സമ്മതത്തോടുകൂടെ അലൽ ഖദീമി ഖദീമായ അഭിപ്രായം അനുസരിച്ച് വലിയ നോമ്പെടുക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഫിൽ ഖദീമി യസൂമു അൻഹു വലിയുഹു എന്ന് പറഞ്ഞല്ലോ. ആ ഖദീമായ അഭിപ്രായത്തിൻ്റെ മേല് അനുസരിച്ച് വലിയ അവിടെ മുമ്പ് പറഞ്ഞ വലിയ അസാബിഖുല്ലദി യസൂമു അലൽ ഖദീമി, ആ വലിയിൻ്റെ സമ്മതത്തോടുകൂടെ ഒരു അജ്നബി നോമ്പ് അനുഷ്ഠിച്ചാൽ സഹ, ആ നോമ്പ് ഈ മയ്യത്തിനെ തൊട്ട് അനുഷ്ഠിച്ച നോമ്പ് സഹിയാകും. ബി ഉജ്റത്തിൻ, ഉജ്റത്ത് കൊണ്ട് സഹിയാകും. ഔ ദൂനഹ, ആ ഉജ്റത്ത് കൂടാതെയും സഹിയാകും. കൂലി കൊടുത്തോ അല്ലെങ്കിൽ കൂലി കൊടുക്കാതെയോ വലിയുടെ സമ്മതത്തോടു കൂടെയാണെങ്കിൽ സഹിയാകും. കമാഫിൽ ഹജ്ജി, ഹജ്ജിൽ അന്യ ആൾ എന്ത് ചെയ്തു, ഹജ്ജ് ചെയ്താൽ സഹിയാകുന്നത് പോലെ. അത് ഹജ്ജിൻ്റെ മേലെ ഖിയാസാക്കി എന്ന് പറഞ്ഞാൽ മുത്തലഖ് സിഹത്തിലാണ്. ഖിയാസൻ അലൽ ഹജ്ജി ഫി മുത്തലഖ് സിഹത്തി. അജ്നബി ചെയ്താൽ സഹിയാകുമെന്ന ഇതിൻ്റെ മേൽ ഖിയാസാക്കിയിട്ട്. കാരണം അന്നൽ ഹജ്ജൽ വാജിബ ലാ യതവഖഫു ഫിഅലുഹു അലൽ ഗൈരി അലാ ഇദ്നിൻ. ഉയർന്നെ തൊട്ട് വാജിബായ ഹജ്ജാണെങ്കിൽ അത് പ്രവർത്തിക്കുമ്പോൾ അതിവിടെ ഇതിനിൻ്റെ മേൽ തവഖഫാവില്ല എന്ന്. ഔ യുഖാലുൽ മുറാദു അൽ ഹജ്ജുൽ മന്ദൂബ് വഹു യതവഖഫു അലൽ ഇദ്നി. അല്ലെങ്കിൽ പറഞ്ഞവിടുത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ മന്ദൂബായ ഹജ്ജാണ്. മന്ദൂബാകുമ്പോൾ ഇതിന് സുന്നത്തായ ഹജ്ജ് ഉയർന്നെ തൊട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സമ്മതം വേണം. അപ്പോൾ ആ ഹജ്ജിൻ്റെ മേൽ ഖിയാസാക്കിയിട്ട് ഇവിടെ അജ്നബി ചെയ്താൽ സഹിയാകും, നോമ്പ് അനുഷ്ഠിച്ചാൽ സഹിയാകും. ലാ മുസ്തഖില്ലൻ, എന്നാൽ സ്വതന്ത്രമായി ചെയ്താൽ സഹിയാകില്ല. അതായത് വലിയൻ്റെ സമ്മതമൊന്നും ഇല്ലാതെ ആ അജ്നബി മുസ്തഖില്ലനായ നിലയ്ക്ക് ആണെങ്കിൽ സഹിയാകില്ല. സ്വതന്ത്രനായി ചെയ്യുകയാണെങ്കിൽ സഹിയാകില്ല. ഫില്ലാ സഹി, അസഹ പ്രകാരം. അതായത് ഇതിനില്ലാതെ, വലിയൻ്റെ ഇതിനില്ലാതെ എന്നർത്ഥം മുസ്തഖില്ലൻ. അസഹ പ്രകാരം സഹിയാകില്ല. കാനല്ലി അന്നഹു, ഈ സ്വതന്ത്രമായി അജ്നബി നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ലൈസ ഫി മാന മാ വർദ ബിഹിൻ നസ്സു. നസ് ഖുർആനും ഹദീസിലുമൊക്കെ വന്ന ഒന്നിൻ്റെ ആശയത്തിൽപ്പെട്ടതല്ല, അതിൻ്റെ പുറത്താണത്. എന്ന് പറഞ്ഞാൽ നസ്സിൽ അങ്ങനെ വാരിതായിട്ടില്ല. അപ്പോൾ സമ്മതത്തോടു കൂടെ അജ്നബി നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഫഹുവ ബിമാന മാ വറദ. വസാനി, ഇവിടെ അസഹിൻ്റെ മുഖാബില യസിഹു, അവർ പറയുന്നത് മുസ്തഖില്ലൻ ചെയ്താൽ സഹി ആകുമെന്നാണ്. ഏതുപോലെ കമാ യൂഫി ദൈനഹു ഔഫ യൂഫി എന്നാണ്. യൂഫി കമാ യൂഫി ദൈനഹു, ആ ഗൈറ് അജ്നബി അവൻ്റെ ഈ മയ്യത്തിൻ്റെ ദൈന് വീട്ടുന്നത് പോലെ ബി ഗൈരി ഇദ്നിഹി, ആ വലിയൻ്റെ സമ്മതം കൂടാതെ കടം വീട്ടിയാൽ അത് സഹിയാകുന്നത് പോലെ ഇവിടെയും എന്ത് ചെയ്യും, നോമ്പ് അനുഷ്ഠിച്ചാൽ സഹിയാകും എന്നാണ് സഹിൻ്റെ മുക്കാബില. വലവും മാത്ത വ അലൈഹി സലാത്തുൻ ഔ എഅ്തികാഫുൻ. ഇനി അവൻ മരണപ്പെട്ടു, അവൻ്റെ മേൽ നിസ്കാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എഅ്തികാഫ് ഉണ്ടായിരുന്നു. ലം യഫ്അൽ ദാലിക അൻഹു വലിയുഹു, എന്നാൽ അങ്ങനെയാണെങ്കിൽ അതിന് അവനെ തൊട്ട് അവൻ്റെ വലിയ എന്ത് ചെയ്യേണ്ടതില്ല, അത് പ്രവർത്തിക്കേണ്ടതില്ല. നിസ്കാരവും എഅ്തികാഫും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വലിയ അത് പ്രവർത്തിക്കേണ്ടതില്ല. വലാ ഫിദിയത ലഹു, അവന് അതിനുവേണ്ടി ഫിദിയ കൊടുക്കേണ്ടതും ഇല്ല.
വഫിൽ എഴുത്തിക്കാഫി, എന്നാൽ ഇവിടെ ഈ എഴുത്തിക്കാഫ് വലിയ ചെയ്യണോ എന്നതിൽ ഉണ്ട് ഒരു കൗലുണ്ട്. അല്ലാഹു അലം. എഴുത്തിക്കാഫിലൊരു കൗലുണ്ട്. എന്താണ് കൗല്? ഇന്നഹു യഫ്അലുഹു അൻഹു വലിയുഹു. ആ എഴുത്തിക്കാഫിനെ ആ മയ്യത്തിനെ തൊട്ട് പ്രവർത്തിക്കണം ആര്? വലിയുഹു. വലിയ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിക്കാം. വലിയന് പ്രവർത്തിക്കാം എന്ന് ചെയ്യാമെന്നൊരു ഖൗല് എത്തിക്കാഫിൻ്റെ വിഷയത്തിലുണ്ട്. വഫീ റിവായത്തിൻ, എന്നാൽ ഒരു റിവായത്തിലുണ്ട് യുത്ഇമു അൻഹു, ഇത്തിക്കാഫിനെ തൊട്ട് ഭക്ഷിപ്പിക്കപ്പെടണം. അൻകുല്ലി യൗമിൻ ബി ലൈലത്തിഹി, ഓരോ ദിവസത്തെ തൊട്ടും അതിൻ്റെ രാത്രിയോടുകൂടെ. ഇത്തിക്കാഫ് ആകുമ്പോൾ രാവും പകലും ഉണ്ടല്ലോ. അപ്പോൾ ആ രാത്രിയോ, അപ്പോൾ പകലിനിക്കൊന്ന് വേറെ രാത്രിക്കൊന്ന് വേറെ ആയിട്ട് വേണ്ട, ആ രാത്രിയോടുകൂടെ ഓരോ ദിവസത്തിനെ തൊട്ടും എന്ത് ചെയ്യണം? ഭക്ഷിപ്പിക്കണം മുദ്ദൻ, ഓരോ മുദ്ദിനെ എന്നൊരു റിവായത്തിലുണ്ട്. വഹാദിഹിൽ മസായിലു, ഈ പറഞ്ഞ മസ്അലകൾ എന്ന് പറഞ്ഞാൽ അവിടെ അയിൽ മദ്കൂറാത്തു ബഅദ ഖുൽതു ഇന്ദഹ ഷീനൻ ഷീൻ ഷെയ്ഖുനാൻ എന്നായിരിക്കും. പിന്നെ ഈ നബിമാമ് ഖുൽതു എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ട് ഖുൽതു അൽ ഖദീമു അൽ അദ്ഹറു എന്ന് തുടങ്ങി ഇങ്ങോട്ട് പറഞ്ഞ ഈ മസ്അലകൾ എന്നാണ് ഇപ്പം അവിടെ എഴുതിയേക്കുന്നത്. കരിങ്ങപ്പാറ സാഹ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കരിങ്ങപ്പാറ സാഹ് മേളിൽ ഈ കൗലെടുത്തിട്ട് കൗലുഹു വഹാദിഹിൽ മസായിലു അൽ മസായിലുൽ ഇലൽ മദ്കൂറത്തി, അതിൽ മസായിലു അയിൽ മദ്കൂറത്തു ഫി ഖൗലിൽ മത്തിനിൽ പറയപ്പെട്ട മസ്അലാണ്. അതാണ് മത്തിനിൽ പറഞ്ഞ വലൗ സാമ അജ്നബിയുൻ എന്ന് തുടങ്ങി ഇലാ ഖൗലിഹി വല്ലാഹു അലം മാ ദക്കറഹു ഷാരിഹു ബഅദഹു. വല്ലാഹു അലം കഴിഞ്ഞിട്ട് ഷാരിഹ് പിന്നെ കുറച്ചുകൂടെ പറഞ്ഞല്ലോ, ഇന്നഹു യഫ്അലു അൻഹു വലിയു വഫീ റിവായത്തിൻ യുതൈമു. അപ്പോൾ ഇതാണ് ഈ ഹാദിയിൽ മസായില കൊണ്ടുള്ള മുറാദ്. കണ്ട, ഹാദാ ഹുവ ലാഹിറു മിൻ കലാമി ഷാരിഹി, ഷാരിഹിൻ്റെ കലാമിൽ നിന്നുള്ള ലാഹിർ ഇതാണ് ഷാരിഹ് റഹ്മഹുല്ലാ. ലാമാ നഖലഹു ഷീൻ അൻ ഷെയ്ഖിഹി ഫതദബ്ബർ. അവിടെ നേരത്തെ പറഞ്ഞ പിന്നെ ആ പറഞ്ഞതല്ല, ഖുൽതു എന്നതിന് ശേഷം മുതൽ ഇങ്ങോട്ട് പറഞ്ഞ എല്ലാ മസ്അലയല്ല. ഇവിടെ ഈ വലൗ സാമ അജ്നബിയുൻ ബീദിനിൽ വലിയ എന്ന് തുടങ്ങി പറയുന്ന മസ്അലകളാണ് എന്നാണ് ഇവിടെ കരിങ്ങപ്പാറ സാഹ് എഴുതി കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ മസ്അല ദക്കറഹ, ആ മസ്അലകളെ പറഞ്ഞു റാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫി ഷറഹ് സഗീറിൽ ഈ മസ്അലകൾ പറഞ്ഞിട്ടുണ്ട്. വ ഖൗലുഹു, റാഫി ഇമാമിൻ്റെ ഖൗലാകുന്ന വഫീ റിവായത്തിൻ, ഈ മസ്അല റാഫി ഇമാം അവിടെ പറഞ്ഞു എന്നാണല്ലോ. ഇപ്പോൾ വഫീ റിവായത്തിൻ യുതൈമു എന്നൊക്കെയുള്ള റാഫി ഇമാം ഷറഹിൽ പറഞ്ഞതാണ്. അതിവിടെ ഷാരി എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ വഫീ റിവായത്തിൽ നിന്ന് മേളിൽ പറയാം വഫീ റിവായത്തിൻ യുതൈമു അൻഹു എന്ന് പറഞ്ഞാൽ ആ റിവായത്തിൻ്റെ ആരെ തൊട്ടുള്ള റിവായത്താണ്? ആ വഫീ റിവായത്തിൽ നിന്നുള്ള ഖൗല് ഐ അനി ഷാഫി ഇമാമിനെ തൊട്ടുള്ള റിവായത്തിൽ എന്ന്, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഓരോ ദിവസത്തിനും എന്ത് ചെയ്യുക? ഇത്തിക്കാഫിന് പകരം ഭക്ഷണം കൊടുക്കുക. വൽ അദ്ഹറായ അഭിപ്രായം ഉജൂബുൽ മുദ്ദ് നിർബന്ധമാകും. ലി കുല്ലി യൗമിൻ, ഓരോ ദിവസത്തിനും മുദ്ദ് നിർബന്ധമാകും. അലാമൻ അഫ്തറ ഫി റമളാന, റമളാനിൽ നോമ്പ് ഉപേക്ഷിച്ചവൻ എൻ്റെ മേൽ, നോമ്പ് മുറിച്ചവൻ്റെ മേൽ ഓരോ ദിവസത്തിനും മുദ്ദ് നിർബന്ധമാകും. എന്തിനു വേണ്ടി നോമ്പ് ഒഴിവാക്കി? ലി കിബരിൻ, വാർദ്ധക്യത്തിന് വേണ്ടി. വാർദ്ധക്യം കാരണം നോമ്പ് ഒഴിവാക്കി. അതങ്ങനെ വാർദ്ധക്യം കാരണം ഒഴിവാക്കുക എന്നുള്ള, വാർദ്ധക്യം കാരണം ഒഴിവാക്കാൻ
അതെങ്ങനെയാണ്? ബി അല്ലം യുത്തിഖ് സൗമ, അവന് നോമ്പിന് കഴിവാകാതിരിക്കൽ കൊണ്ട്. ബി അല്ലം യുത്തിഖ് സൗമ, നോമ്പിന് അവന് കഴിവായിട്ടില്ല. അങ്ങനെ വാർദ്ധക്യം, ആ വാർദ്ധക്യം കാരണം നോമ്പ് ഒഴിവാക്കി. അപ്പോൾ അവന് ഓരോ ദിവസത്തിന് എന്ത് ചെയ്യണം? ഓരോ മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണ്. വകഥ, ഇപ്രകാരം തന്നെ മല്ല യുതീഖുഹു, മൻ ഒരുത്തനും മുദ്ദ് കൊടുക്കാൻ, ലാ യുതീഖുഹു അവന് കഴിവാകില്ല, നോമ്പിന് കഴിവാകുകയില്ല, ലി മറലിൻ രോഗത്തിന് വേണ്ടി, ലാ യുർജാ ബുർഉഹു അതിൻ്റെ ശിഫ പ്രതീക്ഷിക്കപ്പെടാത്ത രോഗം, ശിഫ പ്രതീക്ഷ ഇല്ലാത്ത, ഭേദമാകുമെന്ന് പ്രതീക്ഷ ഇല്ലാത്ത രോഗത്തിന് വേണ്ടി ആ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാകാത്തവനും ഫിദിയ കൊടുക്കണം. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തു തആമി മിസ്കീൻ എന്ന ആയത്ത്. അവിടെ അലല്ലദീന യുതീഖൂനഹു എന്നാണ്, അൽ മുറാദു ലാ യുതീഖൂനഹു എന്നാണ്. കഴിവാകുന്നവരുടെ മേലെന്നല്ല, യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ കഴിവാകാത്തവരുടെ മേലാണ്. അവിടെ കരിങ്കമ്പാറ ഉസ്താദ് എഴുതി, പിന്നെ വൈൻകുൽത്ത അയ്യു കരീനത്തിൻ അല അന്നൽ മുറാദ ദാലിക, ഈ യുതീഖൂന എന്നടുത്ത് ലാ യുതീഖൂന എന്നാണ് എന്ന് മുറാദ് എന്നതിന് എന്താ കരീനത്ത് എന്ന് ചോദിച്ചാൽ, കുൽത്തു യുംകിനു അൻ തക്കൂന കത് ഉജിദത്ത് ഇന്ദൻ നുസൂലി കരീനത്തുൻ ഹാലിയത്തുൻ, ആയത്തിറങ്ങുന്ന സമയത്ത് ഹാലിയായ കരീനത്ത് അവിടെ എത്തിക്കപ്പെട്ടു. അപ്പം ഫുഹിമ മിൻഹാ ദാലിക, അപ്പോൾ അതിൽ നിന്ന് പിടിച്ചെടുത്തതാണത് ലാ യുതീഖൂനഹു എന്നാണ്. വലാ യളുറു അദമു ബഖാഇഹ, അപ്പോൾ ആ കരീനത്തിന് ഹാലിയത്ത് ഇനി ബഖാ ഇല്ല എന്നുള്ളത് അവിടെ എന്തില്ല, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ ആയത്തിറങ്ങുന്ന സമയത്തുള്ള ആ കരീനത്തിൽ നിന്നാണ് ഇത് അങ്ങനെ അർത്ഥം പിടിച്ചത് എന്ന്. സിം അലൽ ബഹജ ഹദീഷ് ഇബ്രാഹിം ലസി അല മുഹമ്മദ് റംലി ഇന്ദഹ ബുജൈരിമി. വസാനി, ഇവിടെ സാനി അൽഹറിൻ്റെ മുഖാബില, യഖൂലു അവർ പറയുന്ന എന്താണ്? ലാ തഖ്ദീറ, ഇവിടെ ലാ യുതീഖൂനഹു എന്ന് തഖ്ദീർ ചെയ്യേണ്ട, ആയത്തിൽ അങ്ങനെ തഖ്ദീർ ചെയ്യേണ്ട ആവശ്യമില്ല. ആയത്തിൻ്റെ അതിൻ്റെ ലാഹിറിൽ തന്നെ അംലി ചെയ്താൽ മതി. അപ്പോൾ കഴിവാകാത്തവരുടെ മേലെന്നല്ല, കഴിവാകുന്നവരുടെ മേൽ തന്നെ എന്ന് അംലി ചെയ്യുക. അപ്പോൾ അവിടെ തഖ്ദീർ ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താ തഖ്ദീർ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്? തഖ്യീരിഹിം, അവർക്ക് പിന്നെ ഖിയാർ കൊടുത്തതിന് വേണ്ടി, ഫി സദറിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ അവർക്ക് ഖിയാർ കൊടുത്തു. എന്തിൻ്റെ ഇടയിൽ? ബൈന സോമി വൽ ഫിദിയത്തി, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെയും ഫിദിയ കൊടുക്കുന്നതിൻ്റെയും ഇടയിൽ അവർക്ക് ഖിയാർ കൊടുത്തിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിൽ ഖിയാർ കൊടുത്തിരുന്നു. ആർക്ക്? ലില്ലദീന എന്ന് പറഞ്ഞ ആളുകൾക്ക്. ലിതഖ്യീരിഹിം എന്നെടുത്ത് കല്യൂബി ഉമേർ എഴുതി യർജിഉ ലില്ലദീന മിൻ ഖൗലിഹി വ അലല്ലദീന യുതീഖൂനഹു. അപ്പോൾ ആ കൂട്ടർക്ക് എന്ത് ചെയ്തിരുന്നു? അപ്പോൾ ഖിയാർ കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ തഖ്ദീർ ചെയ്യേണ്ടതില്ല. പിന്നെ നോമ്പ് അനുഷ്ഠിക്കുകയോ പിരി കൊടുക്കുകയോ രണ്ടിലേത് വേണേലും ഇഷ്ടം പോലെ ചെയ്യാം എന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ മുദ്ദ് മാത്രം വുജൂബാകുമെന്ന അൽഹറായ അഭിപ്രായം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നത് സുമ്മ നുസിഖ, പിന്നെ എന്ത് ചെയ്തു? ആ തഖീറിനെ നസ്ഖ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് നസ്ഖ് ചെയ്യപ്പെട്ടാണ്? ബി തഅയ്യുനി സൗമി, നോമ്പ് തഅയ്യിനാകൽ കൊണ്ട് ഈ തഖീറിനെ പിന്നെ നസ്ഖ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് നോമ്പ് തഅയ്യിനായി? ബി ഖൗലിഹി,
ബിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വാക്കുണ്ട് ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫൽയസുംഹു എന്ന ആയത്ത്. നിങ്ങൾ നിന്ന് റമദാൻ മാസത്തിൽ ആരെങ്കിലും ഷാഹിദായാൽ അവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട് എന്ത് ചെയ്തു? നോമ്പ് തഅയീനായി. അപ്പോൾ പിന്നെ ആ തഖീർ എന്തായി? നസ്ഖ് ചെയ്യപ്പെട്ടു എന്നാണ് സാനിക്കാർ പറയുന്നത്. അപ്പോൾ അലൽ അവലി അദ്ഹറായ അഭിപ്രായം അനുസരിച്ച് ലൗ ഉസിറ അല്ലെങ്കിൽ ലൗ അസറ ബിൽ ഫിദിയത്തി, അവൻ ഫിദിയ കൊടുക്കൽ കൊണ്ട് മുഅ്സിറായാൽ, ഫിദിയ കൊടുക്കാനും അവന് കഴിവില്ല എങ്കിൽ ഫിസ്തിഖറാരിഹ ഫി ദിമ്മത്തിഹി, ആ ഫിദിയ അവൻ്റെ ദിമ്മത്തിൽ പിന്നെ സ്ഥിരമായി നിൽക്കുമോ എന്നതിലുണ്ട് അൽ ഖൗലാനി, രണ്ട് കൗല്. എവിടെയുള്ള രണ്ട് കൗല്? ഫിൽ കഫാറത്തി, കഫാറത്തിൽ പ്രായച്ചിത്തം ചെയ്യുന്നതിലുള്ള രണ്ട് കൗല്. അൽഹറുഹുമ, ആ രണ്ട് കൗലിൽ കഫാറത്ത് ഫീഹ, ആ കഫാറത്തിലുള്ള രണ്ട് കൗലിൽ രണ്ടിൽ അൽഹറായ കൗല് അൽ ഇസ്തിഖറാറു, അവിടെ അവൻ്റെ ദിമ്മത്തിൽ അത് ബാക്കിയാകും എന്നാണ്. അവൻ എപ്പോഴാണ് കഴിവാകുന്നത് അപ്പോൾ കൊടുത്തിരിക്കണം. കമസയത്തി കഫാറത്തിൻ്റെ വിഷയം ശേഷം വരുന്നത് പോലെ. കാലഫി ഷറഹുൽ മുഅദ്ദബി, ഷറഹുൽ മുഅദ്ദബിൽ പറഞ്ഞു എംബഗി ഉന, ഇവിടെയും എന്താണ് ഈ ഫിദിയ കൊടുക്കുന്നിടത്ത് കഫാറത്തിൻ്റെ അവിടെയല്ല, ഇവിടെയും അനിവാര്യമാണ് തസ്ഹീഹു സുഖൂത്ത്, ഇവിടെ അനിവാര്യമാണ് തസ്ഹീഹു സുഖൂത്തി. ഇവിടെ ഫിദിയ അവനെ തൊട്ട് സാക്കിത്താകും എന്നതിനെ സഹിയാക്കലാണ് അനിവാര്യമായത്. കാരണം ഫിദിയ കൊടുക്കാൻ ഇവൻ മുഅ്സിറായി പോയാൽ ഇവിടെ ആ ഫിദിയ സാക്കിത്താകും എന്നതാണ് സഹീഹ്, അതാണ് അനിവാര്യം എന്ന് ഷറഹുൽ മുഅദ്ദബിൽ പറഞ്ഞു. അതിന് കാരണം പറഞ്ഞില്ലേ, അന്നൽ ഫിദിയത്ത, ഫിദിയ ലൈസത്ത്, അത് അല്ല ഫി മുഖാലി അന്നൽ ഫിദിയത്ത, ഇവിടെ ഈ മുഅ്സിറായവൻ്റെ ഈ ഫിദിയ അത് ലൈസ ഫി മുഖാബലത്ത് ജിനായത്തിൻ, ഒരു അക്രമം ചെയ്തതിൻ്റെ ജിനായത്തിൻ്റെ മുഖാബലയിൽ വരുന്ന ഫിദിയ അല്ലല്ലോ. ബി ഖിലാഫിൽ കഫാറത്തി, കഫാറത്തിനെതിരായിട്ട്. കഫാറത്താകുമ്പോൾ ഒരു ജിനായത്ത് ചെയ്തിട്ട് വരുന്ന ഫിദിയാണ്. അപ്പോൾ അത് അവൻ മുഅ്സിറായാലും അവൻ്റെ ദിമ്മത്തിൽ അവിടെ നിൽക്കും. ഈ ഫിദിയ അങ്ങനെയല്ലല്ലോ, ഇതിൻ്റെ രോഗം അങ്ങനെയുള്ള കാരണം കൊണ്ട് കഴിവാവാത്തത് കൊണ്ട് വരുന്ന ഫിദിയാണല്ലോ. ആ ഫിദിയ അവൻ അതിനെ തൊട്ട് മുഅ്സിറാകുമ്പോൾ അത് അവനെ തൊട്ട് സാക്കിത്താകും എന്നതാണ്, അതിനെ സഹിയാക്കലാണ് ഒരു അനിവാര്യം എന്ന് ഷറഹുൽ മുഅദ്ദബി ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി